ഹലോ ഫ്രണ്ട്സ്, വെള്ളൂനാടൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ വറുത്തരച്ച ചിക്കൻ കറിയാണ്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് മുളക് നന്നായി വറുത്തെടുക്കുക കേട്ടോ. ആ പച്ചമണക്ക് മാറി കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവണേ. ഇത് നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കടുത്തത് മല്ലി ഇതേപോലെ എണ്ണ ഒഴിച്ചിട്ട് മല്ലി വറുത്തെടുക്കുക കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി, തക്കാളി നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ചിക്കൻ അനുസരിച്ച് ഉള്ളി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു 4 ഉള്ളി എടുത്തായിരുന്നു. അത് നന്നായി ചെറുതാക്കി അരിയുക. വറുത്ത് വെച്ച മല്ലി മുളക് നമുക്ക് പേസ്റ്റ് ആക്കാം കേട്ടോ. അപ്പോൾ ആദ്യം മല്ലി ഇട്ടു, പിന്നെ മുളക് ഇട്ടു, ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് അരയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലെല്ലാം അരയ്ക്കണം, പെട്ടെന്ന് അരയില്ല. അപ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്ത് അരയ്ക്കുക. ഇനിയിപ്പോൾ അമ്മിയിൽ അരയ്ക്കേണ്ടവർക്ക് അങ്ങനെ ആവാം കേട്ടോ. നാടൻ കറിയുടെ ടേസ്റ്റ് കിട്ടണമെന്ന് വെച്ചാൽ നമുക്ക് അതും ആവാം. അപ്പോൾ മല്ലി മുളക് നമ്മൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ അടുത്തത് ഉള്ളി, തക്കാളിക്ക് പേസ്റ്റ് ചെയ്തത്, മല്ലി മുളകും അരച്ചത് കേട്ടോ. അപ്പോൾ അടുത്ത് ചട്ടി വെച്ച് വയ്ക്കുക, എണ്ണ ഒഴിച്ച് നമ്മൾ ഉള്ളി ഇടുക കേട്ടോ. ആവശ്യാനുസരണം എടുത്ത ഉള്ളി നമ്മൾ അതിലേക്ക് ഇട്ട് നന്നായി വാട്ടുക. നന്നായി വാടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കറിവേപ്പില ഇട്ടു കേട്ടോ. നന്നായി വാട്ടുക. അതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ചതച്ച് വെച്ചത് നമുക്കതിലേക്ക് ഇട്ട് അതും നല്ല പച്ചമണം മാറണ വരെ നന്നായി വഴറ്റി കൊടുക്കണം കേട്ടോ. നന്നായി വഴറ്റി കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി സെറ്റായിട്ട് 5 മിനിറ്റ്. ഇപ്പം നമ്മളൊരു ഉരുളി അടുപ്പത്ത് വെച്ചു കേട്ടോ. അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ടു. അതിലേക്ക് കുറച്ച് എണ്ണ, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ് അത് നന്നായി ഇട്ടിട്ട് വാട്ടി കൊടുക്കണം കേട്ടോ. ചിക്കൻ നന്നായി വാടി വരണം. 5 മിനിറ്റ് ചിക്കൻ ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച മല്ലി മുളകും പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും ഇതൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നന്നായി അടച്ചു വെച്ചിട്ട് വേവിക്കുക കേട്ടോ. നമ്മുടെ ചിക്കൻ കുറുകിയ ചാറോട് കൂടി ആയി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കറിവേപ്പിൻ്റെലയും മല്ലിത്തലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ.